ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 1-ാം നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 6.23 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും വലിപ്പമുള്ള 5 ക്ലാസ് മുറികളും വരാന്ത, ഗോവണി, സ്റ്റീൽ വിൻഡോ, ഡോർ ഉൾപ്പെടെ 366.19 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിൽ 1-ാം നില നിർമ്മാണം പൂർത്തീകരിച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ഇതോടൊപ്പം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിജയോത്സവവും ആഘോഷിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷയായ ചടങ്ങ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച 13 വിദ്യാർത്ഥികൾക്ക് പാങ്ങോട് കിട്ടുണ്ണി കൈമാൾ സ്മാരക എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. കൂടാതെ LSS, USS വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, SMC ഭാരവാഹികൾ, PTA ഭാരവാഹികൾ, OSA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. തുടർച്ചയായി 6-ാം തവണയും SSLC പരീക്ഷയ്ക്ക് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ 100% വിജയം നേടിയിരുന്നു. വിദ്യാലയത്തിന് ഒരു നല്ല മതിലും കവാടവും പണിയേണ്ട കാര്യം, ഒപ്പം തന്നെ നമുക്ക് പൂർത്തിയാക്കാനുള്ള ഈ വിദ്യാലയത്തിൻ്റെ ഒരു നില കൂടി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഈ ബിൽഡിംഗ് കൂടി നമുക്ക് പൊളിച്ചു മാറ്റി ഒരു സെഡ് ആകൃതിയിലുള്ള ഒരു കെട്ടിടം കൂടിയാണ് ഈ വിദ്യാലയത്തിൻ്റെ രൂപപ്പെടുത്തിയ മാസ്റ്റർ പ്ലാനിനകത്തുള്ളത് എന്നുകൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ആ സ്ഥലം ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇതുപോലെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം കൂടി പണിതാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർണ്ണമായ ആ ഒരു സൗകര്യങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവൃത്തിയിലേക്ക് എത്തൂ എന്നുകൂടിയാണ് നമ്മുടെ PTA ഭാരവാഹികൾ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഘട്ടം ഘട്ടമായി നമുക്കത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും, ഇപ്പോൾ ബോയ്സ് ഹൈസ്കൂളിലായാലും, പാർലിക്കാട് സ്കൂളിലായാലും, പരുത്തിപ്പറയിലായാലും, ബോയ്സ് LP സ്കൂളിലായാലും, ആനപ്പറമ്പ് സ്കൂളിലായാലും, എല്ലാ വിദ്യാലയങ്ങളിലും അതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 37 കോടി രൂപയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിന് മാത്രം നേതൃത്വം നൽകാൻ നമുക്കായിട്ടുണ്ട്. ഇനിയും പൂർത്തിയാക്കേണ്ടവ ഉണ്ട് എന്ന് സൂചിപ്പിക്കുക. വിദ്യാലയത്തിൻ്റെ 1-ാം നിലയുടെ നിർമ്മാണം അത് പൂർത്തിയാക്കിയതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിജയോത്സവം ഇതിൽ വളരെ മിടുക്കികളായി വിജയിച്ച ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. അവരെ ആ വിജയത്തിലേക്ക് നയിച്ച രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവരെയും ജീവിതത്തിലുടനീളം നമുക്ക് ഈ വിജയം നിലനിർത്താൻ വേണ്ടി കഴിയണം. ഞാൻ ജീവിതത്തിലുടനീളം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇതേ സാഹചര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. തുടർന്ന് നാം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഇത്തരം അനുമോദനത്തിൽ നിന്ന്, പ്രോത്സാഹനങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. You are watching VCV News.